ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPMന്റെ 2 സമുന്നത നേതാക്കൾ തടവിൽ കഴിയുമ്പോഴാണ് പാർട്ടിയുമായി രാഷ്ട്രീയ ബന്ധമില്ലാത്ത 2 പേർക്ക് ഇടത് സർക്കാർ സംരക്ഷണമൊരുക്കുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത്. കേസിലെ പ്രതികളായ കെ രതീഷിനും ആർ ചന്ദ്രശേഖരനും പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതിലാണ് കടുത്ത വിമർശനം കോടതി ഉന്നയിച്ചത്. സംസ്ഥാനം കണ്ട വലിയ അഴിമതി കേസിലെ പ്രധാന പ്രതി കെ രതീഷ് പക്ഷേ നിലവിൽ 2 സുപ്രധാന ചുമതലകളാണ് വഹിക്കുന്നത്. ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനവും റൂട്രോണിക്സ് MD സ്ഥാനവുമാണ് ഇടത് സർക്കാർ സമ്മാനിച്ചിരിക്കുന്നത്. ഇതിൽ ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനം രതീഷിന് നൽകിയിരിക്കുന്നത് ചട്ടങ്ങൾ മറികടന്നാണെന്നാണ് ആരോപണം. രതീഷിനെയും ആർ ചന്ദ്രശേഖരനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകാത്തത് ദുരൂഹമാണ്. CBI കുറ്റപത്രം കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് 2 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചുമതലയാണ് പിണറായി സർക്കാർ നൽകിയിരിക്കുന്നത്. ക്രിമിനൽ കേസിലെ വിചാരണ നേരിടുന്ന ഒരു പ്രതിയാണ് ഇപ്പോൾ രതീഷ്. കഴിഞ്ഞ 18 വർഷക്കാലമായി INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരനാണ്. അദ്ദേഹം ആ സംഘടനയെ പിണറായി വിജയന് അടിയറ വച്ചിരിക്കുകയാണ്. 2006 മുതൽ 2015 വരെ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ തോട്ടണ്ടി വാങ്ങുന്നതിൽ 500 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് CBI കണ്ടെത്തൽ. അക്കാലത്ത് കോർപ്പറേഷൻ MD ആയിരുന്ന കെ രതീഷും ചെയർമാൻ ആർ ചന്ദ്രശേഖരനും തോട്ടണ്ടി വിതരണം ചെയ്ത കമ്പനി ഉടമയുമാണ് കേസിലെ പ്രതികൾ. എന്നാൽ 3 തവണയും സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതാണ് ഹൈക്കോടതിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.